നമസ്കാരം, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എമർജൻസിയിൽ നിന്ന് വരുന്ന റെയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ വെറും 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരുപാട് റെയർ ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അതെല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മാക്സിമം ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അതാണ് ആദ്യത്തെ ചോദ്യം. ഭാഗം 20 അടിയന്തര വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു. അതായത് പാർട്ട് 20 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എമർജൻസിയെ പറ്റിയിട്ട് പറയുന്നത്. 2, ഒരു അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഔപചാരിക ഭേദഗതി കൂടാതെ ഫെഡറൽ ഘടനയെ ഏകീകൃത ഒന്നാക്കി മാറ്റുന്നു. അതായത് ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി സ്ട്രക്ചർ ആക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഔപചാരിക ഭേദഗതി കൂടാതെ ഫെഡറൽ ഘടനയെ ഏകീകൃത ഒന്നാക്കി മാറ്റുന്നു, ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി ഫീച്ചർ ആക്കി മാറ്റുന്നു എന്നാണ് 2 സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് അറിയാം, പാർട്ട് ഏതാണ് ഭരണഘടനയില് അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത്? പാർട്ട് 18 ആണ് അല്ലെ? പാർട്ട് 18 അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത്. സോ ഇത് തെറ്റാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ്. സോ ഓപ്ഷൻ ബി only 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നോരോന്ന് നോക്കാം. Emergency provisions are contained in part 80 of the Constitution from Article 352 to 360. എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ആണ്. പാർട്ട് 18 382 ആർട്ടിക്കിൾ മുതൽ 360 വരെയാണ് എമർജൻസി പ്രൊവിഷനെ പറ്റിയിട്ട് പറയുന്നത്. ഭരണഘടനയിൽ എമർജൻസി അഥവാ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് പാർട്ട് 18 352 മുതൽ 360 വരെയാണ്. എവിടെയാണിത് നമ്മൾ പ്രയോഗിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു അബ്നോർമൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ് എന്ത് നമ്മൾ സ്വീകരിക്കുന്നത്? അടിയന്തരാവസ്ഥ സ്വീകരിക്കുന്നത്. The rationality behind the incorporation of these provisions in the constitution is to safeguard the sovereignty, unity, integrity and security of the country, the democratic political system and the constitution. അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു എക്സ്റ്റേണൽ അഗ്രഷനോ ഇന്റേണൽ അഗ്രഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നത്? എമർജൻസി സിറ്റുവേഷൻ പറയുന്നത്. ഡ്യൂറിംഗ് ദ എമർജൻസി ദ സെൻട്രൽ ഗവൺമെന്റ് ബിക്കം ഓൾ പവർ ആൻഡ് ദ സ്റ്റേറ്റ് ഗോ ഇൻ ടു ദ ടോട്ടൽ കൺട്രോൾ ഓഫ് ദി സെന്റർ. അപ്പം ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തേതിനുള്ള ആൻസർ കിടക്കുന്നത്. അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് എല്ലാ പവറും, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പവർ ആരിലേക്ക് പോകും? സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നു. ആ സമയത്ത് സ്റ്റേറ്റുകളെല്ലാം തന്നെ സെന്ററിന്റെ കൺട്രോളിലായിട്ട് മാറുന്നു. ഇറ്റ് കൺവേർട്ട് ദ ഫെഡറൽ സ്ട്രക്ചർ. അപ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം ഫെഡറൽ സ്ട്രക്ചറിൽ പോകുന്ന ഒരു രാജ്യമാണ് അല്ലെ? അപ്പൊ ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി ആക്കി മാറ്റുന്നു വിത്തൗട്ട് എ ഫോർമൽ അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ഔപചാരികമായിട്ടുള്ള ഒരു അമെന്റ്മെന്റോട് കൂടി ഒന്നും അല്ലാതെ തന്നെ ഫെഡറൽ സ്ട്രക്ചറിനെ യൂണിറ്ററി സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകീകൃത രീതിയിലേക്ക് പോകും. ഏത് സമയത്ത്? എമർജൻസി സിറ്റുവേഷൻ. അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇനി ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി പൊളിറ്റിക്കൽ സിസ്റ്റം ഫ്രം ഫെഡറൽ ഡ്യൂറിംഗ് നോർമൽ ടൈംസ് ടു യൂണിറ്ററി ഡ്യൂറിംഗ് എമർജൻസി ഈസ് എ യുണീക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, അതായത് മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എമർജൻസി വന്നു. ആ സമയത്ത് ഒരു ഫോർമൽ അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ തന്നെ ആ ഫെഡറൽ സ്ട്രക്ചറിനെ ഒരു യൂണിറ്ററി ആക്കി മാറ്റുന്നു. അതായത് സെന്ററിലേക്ക് മാത്രം പവർ ഉള്ളതാക്കി മാറ്റുന്നത് എവിടെ മാത്രം കാണാൻ പറ്റുന്നതാണ്? ഒരു യുണീക് ഫീച്ചർ ആണ് ഇന്ത്യൻ ഭരണഘടന. In this context, Dr. B.R. Ambedkar observed in the Constituent Assembly that India can both unitary as well as ഫെഡറൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കള് ഡോക്ടർ B.R. അംബേദ്കർ ഒക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ യൂണിറ്ററി. അതുപോലെ ഫെഡറലുമാണ് യൂണിറ്ററിയുമാണ്. അത് എങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നുള്ളത്. ഇൻ നോർമൽ ടൈംസ് ഇറ്റ് ഈസ് ഫ്രെയിം ടു വർക്ക് ആസ് എ ഫെഡറൽ സിസ്റ്റം. എപ്പോഴും നമ്മൾ സംയുക്ത ഭരണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബട്ട് ഇൻ ടൈംസ് ഓഫ് എമർജൻസി it is so designed to us to make it work as through the unitary system. എപ്പോൾ മാത്രം എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം ഒരു ഏകീകൃത സിസ്റ്റത്തിലേക്ക് ഇന്ത്യ പോകുന്നു. അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നാഷണൽ എമർജൻസി. എന്താണ് നാഷണൽ എമർജൻസി? 3 ടൈപ്പ് ഓഫ് എമർജൻസി ഉണ്ട്. നാഷണൽ എമർജൻസി, പ്രസിഡന്റ് റൂൾ ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. എന്താ നാഷണൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻ എമർജൻസി ഡ്യൂ ടു വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ അല്ലെ? അത് 352 പറയുന്ന അതിനെ പറ്റിയിട്ടാണ്, നാഷണൽ എമർജൻസിയെ പറ്റിയിട്ടാണ്. അൻ എക്സ്റ്റേണൽ
വാർ, ഒന്നെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ, അല്ലെങ്കിൽ ഒരു സായുധ കലാപം, ആംഡ് റെബലിയൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു യുദ്ധം, അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന എമർജൻസി. However, the constitution employs the expression proclamation of emergency to denote an emergency of this type. അപ്പൊ നാഷണൽ എമർജൻസി 352. പ്രസിഡന്റ് റൂള്. എന്താ പ്രസിഡന്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണം. അൻ എമർജൻസി ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഇൻ ദ സ്റ്റേറ്റ്. ഏതെങ്കിലും സ്റ്റേറ്റില് ഭരണഘടനാപരമായി നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടാണല്ലോ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്, അത് ഒരു തോൽവിയിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തുന്നു ആർട്ടിക്കിൾ 356 പ്രകാരം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ 2 അതർ നെയിം. സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. However, the constitution does not use the word emergency for this situation. പഠിച്ചു വെക്കാം, ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുപയോഗിക്കുന്നില്ല, എമർജൻസി എന്ന് പറയുന്ന വേർഡ് ഈ പ്രസിഡന്റ് റൂളിന് ഉപയോഗിക്കാറില്ല. ഇപ്പൊ തന്നെ നമ്മൾ നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, അവിടെ എമർജൻസി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രസിഡന്റ് റൂൾ എന്നാണ് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം. എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഒരു സ്റ്റേറ്റിൽ ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നു. അതിന് നമ്മൾ സ്റ്റേറ്റ് എമർജൻസി എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. എങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ഉപയോഗിക്കുന്നില്ല ഈ സിറ്റുവേഷനിലകത്ത്, എമർജൻസി എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നില്ല. എളുപ്പത്തിൽ പറഞ്ഞു പോവാണേ. അടുത്തത് ഫിനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 360 പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി വരുന്നു. ഡ്യൂ ടു ത്രെറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ദ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ത്രെറ്റ് വരുന്ന സമയത്ത്, നമ്മുടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്താണ് നമ്മൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ആർട്ടിക്കിൾ 388 നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന എല്ലാ മൗലികാവകാശങ്ങൾക്കും ബാധകമാണ്. 2. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചയുടൻ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങളെ ആർട്ടിക്കിൾ 358 യാന്ത്രികമായി റദ്ദാക്കുന്നു. 3. ആർട്ടിക്കിൾ 358 രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്നു. 4. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നിയമം ഉണ്ടാക്കാനോ എക്സിക്യൂട്ടീവ് നടപടിയെടുക്കാനോ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നു. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 358 പറ്റിയിട്ടാണ്. അപ്പൊ 358 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് 358 359 തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കണം. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇവിടെ ശരിയായിട്ടുള്ളത് ഞാൻ പറയാം, ഓപ്ഷൻ ബി ആണ്. അതായത് 2, 3, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അതായത് ആർട്ടിക്കിൾ 358 നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന എല്ലാ മൗലികാവകാശങ്ങൾക്കും ബാധകമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ. ആർട്ടിക്കിൾ 19 പറയുന്ന മൗലികാവകാശങ്ങളെ പറ്റിയിട്ട് അറിയാലോ. അത് ആർട്ടിക്കിൾ 358 പ്രകാരം യാന്ത്രികമായി റദ്ദായി പോകും. ശരിയാണ്. ആർട്ടിക്കിൾ 358 രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുന്നു. അതുപോലെ ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നിയമം ഉണ്ടാക്കാനോ എക്സിക്യൂട്ടീവ് നടപടിയെടുക്കാനോ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ 358 359 തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അറിയാൻ വയ്യാത്തവർ മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കാം. അതായത് ആർട്ടിക്കിൾ 358 359 ഡിസ്ക്രൈബ് ചെയ്യുന്നത് നാഷണൽ എമർജൻസി, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുള്ള മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് 358 359 പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 358 പ്രകാരം when the proclamation of national emergency is made, എപ്പോഴെങ്കിലും നമ്മൾ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 19 ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദാവുന്നതായിരിക്കും. എങ്ങനെ? ഓട്ടോമാറ്റിക്കലി റദ്ദാവുന്നതായിരിക്കും. ഇപ്പൊ ഒന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. 358 പ്രകാരം ഒരു നാഷണൽ എമർജൻസി സിറ്റുവേഷൻ പ്രഖ്യാപിച്ചു, ഇപ്പൊ പ്രസിഡന്റ് വന്നിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ ആവുമ്പം ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലികാവകാശം ഉണ്ടല്ലോ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, കൂടിച്ചേരാണ്, അങ്ങനെയുള്ള എല്ലാം തന്നെ റദ്ദാവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. അതുപോലെ ആർട്ടിക്കിൾ 19 ഈസ് ഓട്ടോമാറ്റിക്കലി റിവൈവ്ഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദി എമർജൻസി. തിരിച്ചു വരും. അതായത് അപ്പോഴും പറയണ്ട, 358 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എക്സ്പയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആ 19 പറയുന്ന 6 അവകാശങ്ങളും നമുക്ക് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും.
The amendment, 44th Amendment Act laid out the Article 19 can only be suspended when the national emergency is laid on the ground of war of external aggression, not in the case of armed rebellion. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ 44ാം അമെന്റ്മെന്റ് ആക്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലോ. 44ാം അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ആർട്ടിക്കിൾ 19 എപ്പോൾ മാത്രമേ സസ്പെൻഡഡ് ആവത്തുള്ളൂ? നാഷണൽ എമർജൻസി ഏത് സിറ്റുവേഷനിൽ പ്രഖ്യാപിക്കണം? ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ. മനസ്സിലാവുന്നുള്ളൂ? യുദ്ധം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ, ബാഹ്യതരത്തിൽ നിന്ന് വരുന്ന ഒരു സമയത്ത് മാത്രം എന്ത് റദ്ദാവത്തുള്ളൂ? ആർട്ടിക്കിൾ 19 റദ്ദാവത്തുള്ളൂ. ആ സമയത്ത് നാഷണൽ എമർജൻസി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 19 റദ്ദാവും. എന്നാൽ ആംഡ് റെബലിയന്റെ കാര്യത്തിൽ, അതായത് ഇന്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ഒരു സായുധ കലാപം വരുന്ന സമയത്ത്, ആഭ്യന്തര കലാപം ഒക്കെ വരുന്ന സമയത്ത് 19 റദ്ദാക്കത്തില്ല. അതുകൂടെ പഠിച്ചു വെച്ചേക്കാം. ഇനി ആർട്ടിക്കിൾ 359 the president is authorized to suspend by order the right to move any court of the enforcement of fundamental right during the national emergency. Thus remedial measures are suspended and not the fundamental rights. അപ്പോൾ ഈ സമയത്ത് 359 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the president is authorized to suspend by order. നമ്മൾ ഓർഡറോട് കൂടിയിട്ട് പ്രസിഡന്റ് ഓർഡർ ഇറക്കും. അദ്ദേഹത്തിനുള്ള ഓതറൈസേഷൻ ഉണ്ട് സസ്പെൻഡ് ചെയ്യാനായിട്ട്, ഓർഡർ ഇറക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദാക്കുന്നു എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ഇടാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ട് ആൻസർ മാത്രം ഞാൻ പറയത്തുള്ളേ. നിങ്ങൾ നോക്കുക ആദ്യം. ആഭ്യന്തര അസ്വസ്ഥതയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ക്യാബിനറ്റിൽ നിന്നും രേഖാമൂലമുള്ള ശുപാർശ ലഭിച്ചതിന് ശേഷം മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. 1976 42ാം ഭേദഗതി നിയമം ഇന്ത്യയുടെ ഒരു നിർദ്ദിഷ്ട ഭാഗത്തേക്ക് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ പ്രസിഡന്റിനെ പ്രാപ്തമാക്കി. യഥാർത്ഥത്തിൽ യുദ്ധമോ ബാഹ്യ ആക്രമണമോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ആൻസർ ഞാൻ പറയാം. 2ഉം 3ഉം 4ഉം ശരിയാണ്. ഞാൻ താഴോട്ട് എടുത്തിട്ടിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം ഇതിന്റെ ക്ലാസ് എടുക്കുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ലോക്സഭയുടെ ആയുസ് 1 വർഷത്തേക്ക് നീട്ടാം. 2, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്താൻ കഴിയൂ. അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. സോ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് ശരി എന്നുള്ളത്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് ആണ്. നിങ്ങൾ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നോക്കി തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നല്ല നല്ല ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ വർക്ക്ഔട്ട് ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ പഠിച്ചതുകൊണ്ട് പ്രയോജനം വേണമെങ്കിൽ ഇനി നല്ല നല്ല ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള മാർഗം. അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.